സുഹൃത്തുക്കളെ, കടുത്ത മത്സരങ്ങൾക്കൊടുവിൽ കേരളത്തിൻ്റെ അത്യുന്നത പോലീസ് മേധാവിത്വ സ്ഥാനം രവത ചന്ദ്രശേഖർ നേടിയിരിക്കുന്നു. അദ്ദേഹത്തിന് കരഗതമായിരിക്കുന്നു. ഈ ഒരു മത്സരഗോതയിൽ ഒരുപാട് പ്രമുഖന്മാരുണ്ടായിരുന്നു. ഒരുപാട് കേരളത്തെ കിടുകിട വിറപ്പിച്ച പോലീസ് മേധാവികളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രമുഖർ എം.ആർ. അജിത് കുമാറും അതുപോലെ മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നെങ്കിൽ കൂടി ഒടുവിൽ നറുക്ക് വീണിട്ടുള്ളത് ഈ മലയാളി അല്ലാത്ത ആന്ധ്ര സ്വദേശിയായ, ആന്ധ്രയിലെ ഗോദാവരി ജില്ലക്കാരനായ IPS ഉദ്യോഗസ്ഥനാണ്. 1991 IPS നേടിയ രവത ചന്ദ്രശേഖർ 1994 കേരളത്തിൽ തലശ്ശേരിയിൽ സൂപ്രണ്ടായി ചുമതലയേറ്റതിൻ്റെ പിറ്റേ ദിവസമാണ് അന്ന് കേരളത്തിൽ മന്ത്രിയായിരുന്ന UDF മന്ത്രിസഭയിൽ അംഗമായിരുന്ന MV രാഘവനെതിരെ DYFIക്കാർ കരിങ്കൊടി കാണിച്ചു. അത് അക്രമാസക്തമായി. അത് കണ്ണീർവാതക പ്രയോഗം കൊണ്ടൊന്നും ഫലമുണ്ടായില്ല. ഉടനെ രവത ചന്ദ്രശേഖർ വെടിവെക്കാൻ ഉത്തരവിട്ടു. 5 DYFIക്കാരാണ് അവിടെ കൊല്ലപ്പെട്ടത്. തൽക്ഷണം 5 DYFIക്കാർ വെടിയേറ്റ് മരിച്ചപ്പോൾ കേരളം ശരിക്കും പ്രക്ഷുബ്ധമായി. വളരെ വലിയ പ്രശ്നങ്ങൾ ഇവിടെയുണ്ടായി. കാരണം MV രാഘവൻ CPMൻ്റെ അരുമ പുത്രനായിരുന്നു, കൺകണ്ട നേതാവായിരുന്നു. പക്ഷേ പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പ്, ആശയപരമായ വിയോജിപ്പ്, അതായത് VS അച്യുതാനന്ദനും MV രാഘവനും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ബദൽ രേഖ ഉണ്ടാക്കി CPMൽ സമർപ്പിച്ചപ്പോൾ അത് നടപ്പാക്കാൻ CPM നേതൃത്വം തയ്യാറായില്ല. പക്ഷേ VS അച്യുതാനന്ദൻ കാലുമാറി ഔദ്യോഗിക പക്ഷത്തോടൊപ്പം നിന്നു. പക്ഷെ MVR അതിന് തയ്യാറായില്ല. അങ്ങനെ MVR CPMന് പുറത്തായി. പിന്നീട് അദ്ദേഹം ചെന്ന് CMP ഒക്കെ രൂപീകരിച്ച് UDFിലേക്കാണ് ചേക്കേറിയത്. അങ്ങനെ UDFിൽ മന്ത്രിയാവുകയും ചെയ്തു. അങ്ങനെ മന്ത്രിയായതോടുകൂടി CPMൻ്റെ അല്ലെങ്കിൽ DYFIയുടെ ഒക്കെ വിദ്വേഷം ഇരട്ടിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് കണ്ണൂരിൽ ഉണ്ടായിരുന്ന, നിങ്ങൾക്കറിയാം, പരിയാരം മെഡിക്കൽ കോളേജ് അത് CPM പിടിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതിനു മുമ്പ് ഒരു സർപ്പദംശനമേറ്റവരെ ചികിത്സിക്കാനുള്ള ഒരു പാമ്പ് ചികിത്സാ ഗവേഷണ കേന്ദ്രം MVR സ്ഥാപിച്ചിരുന്നു. അത് മുഴുവൻ പാമ്പുകളെയും ചുട്ടുകൊന്നുകൊണ്ടാണ് CPMമാർ ഇതിനെ പ്രതികാരം ചെയ്തത്. അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായി. എല്ലാം രവത ചന്ദ്രശേഖരൻ്റെ വെടിവെപ്പ് മൂലമാണ് സംഭവിച്ചത്. എങ്കിലും ഇന്ന് ആ രവത കേരളത്തിൻ്റെ പോലീസ് മേധാവിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ കാവ്യനീതിയായിരിക്കാം, വിധി വൈപരീത്യമായിരിക്കാം. പക്ഷേ രവത ചന്ദ്രശേഖരൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം എന്താണെന്ന്, അദ്ദേഹം ഗോദാവരി ജില്ലക്കാരനാണ് എന്നത് മാത്രമല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും പൊതുവെ പുറത്തേക്ക് അറിയില്ല. പക്ഷേ നോർത്തിൽ നിന്ന് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൊതുവെ പിടികൂടുന്ന ആ വർഗീയതയുടെ അസുഖം അങ്ങേർക്കുണ്ടോ ഇല്ലേ എന്നും പറയാൻ പറ്റില്ല. അത് പറയാൻ ഉതകുന്ന കാരണങ്ങളും ഉണ്ടായിട്ടില്ല. അതേസമയം M.R. അജിത് കുമാറിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് നമ്മുടെ PV അൻവർ, മുൻ MLA, നിലമ്പൂർ MLA ഉന്നയിച്ചിരുന്നത്. അത് കാരണം CPMൻ്റെ പിന്തുണ നഷ്ടപ്പെടുകയും അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുകയും ഒക്കെ ചെയ്തു. ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ടെന്നോണം അജിത് കുമാറിനെ നിയോഗിക്കാൻ കേരള സർക്കാരിന് സാധിച്ചില്ല. കേന്ദ്രമാകട്ടെ ആ നിർദ്ദേശം തള്ളിക്കളയുകയും ചെയ്തു. അജിത് കുമാർ CPMൻ്റെ കണ്ണിലെ കരളായിരുന്നില്ല, കരളിലെ മുത്തായിരുന്നു. എന്നാൽ ജനങ്ങൾക്കാവട്ടെ, പബ്ലിക്കിനാവട്ടെ, സംഘപരിവാർ സഹയാത്രികനായി കാണിച്ചിട്ടുള്ള അതിക്രമങ്ങൾ, തൃശ്ശൂർ പൂരം കലക്കിയതുൾപ്പെടെയുള്ള അതിക്രമങ്ങളുടെ ഒരു റെക്കോർഡാണുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു അദ്ദേഹം പോലീസ് മേധാവിയാകുന്നതിൽ. അത് ഏതാണ്ട് വിജയിച്ചു എന്ന് പറയാം. അപ്പോൾ ഇത് PV അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ വിജയം കൂടിയാണ്. PV അൻവർ ഒന്നാമത്തെ രാഷ്ട്രീയ വിജയം നിലമ്പൂരിൽ നേടിയിട്ടുണ്ട്. ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തൻ്റെ വോട്ട് വിഹിതം, തൻ്റെ ശക്തി തെളിയിക്കാൻ PV അൻവറിന് സാധിച്ചു. അതേപോലെ താൻ ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഈ M.R. അജിത് കുമാറിൻ്റെ വിഷയം. അതിലും PV അൻവർ വിജയിച്ചു
എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. അതുകൊണ്ട് പി വി അൻവർ ഈ രണ്ടാമത്തെ സംഭവം കൂടി വരുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിലെ ഒരു അജയ്യ ശക്തി എന്ന് പറയാവുന്ന വിധത്തിൽ വളർന്നിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാതെ വയ്യ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.